ഇതുവരെ ഏറ്റവും കൂടുതൽ ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള 5 മലയാള സിനിമകൾ ഈ വീഡിയോയിൽ നോക്കാം. 5th പ്ലേസിൽ 93-ൽ റിലീസായിട്ടുള്ള മണിച്ചിത്രത്താഴ് എന്ന സിനിമയാണ്. സിനിമ കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 4 ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്തു. 4-മതുള്ളത് 1989-ൽ റിലീസായിട്ടുള്ള ലാലേട്ടന്റെ കിരീടം എന്ന സിനിമയാണ്. ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ബംഗാളി എന്നിങ്ങനെ 5 ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. 3-മതുള്ളത് മലയാളത്തിൽ നിന്ന് 2012-ൽ റിലീസായിട്ടുള്ള ഷട്ടർ എന്ന സിനിമയാണ്. ചിത്രം മറാഠി, ഉറുദു, കന്നഡ, പഞ്ചാബി, തെലുങ്ക്, തമിഴ് എന്നിങ്ങനെ 6 ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്തു. 2nd പ്ലേസിലുള്ളത് 1989-ൽ റിലീസായിട്ടുള്ള റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയാണ്. ചിത്രം ഹിന്ദി, തമിഴ്, ഒഡീഷ്യ, കന്നഡ, ബംഗാളി, പഞ്ചാബി, തമിഴ്, ഉറുദു എന്നിങ്ങനെ 7 ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്തു. ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിലുള്ളത്, അതായത് 2012-ൽ പുറത്തിറങ്ങിയിട്ടുള്ള ദൃശ്യം എന്ന സിനിമയാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയപ്പെടുന്ന ചിത്രം കന്നഡ, തെലുങ്ക്, ഹിന്ദി, തമിഴ്, സിംഗാല, ചൈനീസ് തുടങ്ങി 7 ലാംഗ്വേജിലേക്ക് ഇതുവരെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്തോനേഷ്യൻ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും കൂടി ചിത്രം ഇപ്പോൾ റീമേക്ക് ചെയ്യാനായിട്ട് പോകുന്നു.